വെൽക്കം ടു ഓൾ. ഞാൻ ഇന്ന് സംസാരിക്കാൻ വരുന്നത് സൂര്യനെ കുറിച്ചാണ്. ഞാൻ റെട്രോ കണ്ടു. റെട്രോ എന്ന സിനിമേനെ പറ്റിയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അതല്ല സംസാരിക്കാൻ വരുന്നത്. ഇത്രയും ഭാഗ്യദോഷിയായിട്ടുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കാലിബർ, സ്ക്രീൻ പ്രസൻസ്, കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ്, കണ്ണുകൊണ്ട് അഭിനയിക്കും പുള്ളി. പക്ഷെ എന്തുകൊണ്ട് പുള്ളിക്കൊരു ഹിറ്റ് കിട്ടുന്നില്ല? പുള്ളിക്കൊരു ഭാഗ്യം തെളിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തോളമായി പുള്ളിക്കൊരു ഒരു ഹിറ്റ് കിട്ടിയിട്ട്. നല്ല പടങ്ങളൊക്കെ ഉണ്ട്. പോട്ടർ, പിന്നെ എനിക്ക് തോന്നുന്നു 2 പടങ്ങൾ അങ്ങനത്തെ ഇതിലിറങ്ങി, ജയ് ഭീം അങ്ങനത്തെ പടങ്ങളൊക്കെ ഇറങ്ങിയെങ്കിലും പുള്ളിക്കൊരു വലിയ ഹിറ്റ്, മാസ് ഹിറ്റ്, കൊമേഴ്ഷ്യൽ ഹിറ്റ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. കാരണം പണ്ട് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് വേലായുധവും ഏഴാറിവും റിലീസാവുന്നത്. അപ്പോൾ ഞങ്ങൾ ടൂർ പോയപ്പം ഞങ്ങൾ പോകുമ്പോൾ വേലായുധം കണ്ടു, തിരിച്ചു വരുമ്പോൾ ഏഴാറ് കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. 2 പടവും അന്ന് സത്യം പറഞ്ഞാൽ അന്നത്തെ ഹിറ്റ് വേലായുധമായിരുന്നു. ഏഴാറ് ഒരു ടോപ്പ് ക്ലാസ് പടമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഏഴാറിവ് നമ്മൾ വിചാരിച്ചത്ര ലെവലിലേക്ക് എത്തിയില്ല. പക്ഷെ നല്ല പടമാണത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ സൂര്യ എന്നുള്ളത്, അത് കേരളത്തിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കിയെങ്കിലും മൊത്തത്തിൽ ഏഴാറിവ് അതൊരു വലിയ പടമായിരുന്നില്ല. സത്യത്തിൽ നല്ല പടമാണെങ്കിലും വേലായുധമാണ് അന്ന് കൊമേഴ്ഷ്യലി ഹിറ്റായൊരു പടം. അത് വിജയുടെ ഒക്കെ ഒരു എന്താ പറയുക, ഫാൻ ബേസും അല്ലെങ്കിൽ ആൾക്കാർ വിജയുടെ പടം എല്ലാവരും പോയി കാണും. നമ്മൾ എന്ത് തന്നെ പറഞ്ഞു, കുറച്ച് ഏരിയയിലെ ആൾക്കാർക്ക് അവർക്കൊരു എന്താ പറയുക, ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ കൂടിയും ചിലർക്ക് അത് താല്പര്യമില്ല വിജയിനെ കൂടിയും, ഇവരൊക്കെ വിജയുടെ പടം പോയി കാണും. വിജയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ആൾക്കാരെ ക്രൗഡ് പുള്ളറാണ്. ഇപ്പോൾ കേരളത്തിൽ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ നോക്കൂ, മോഹൻലാൽ മമ്മൂട്ടി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്ന പടങ്ങൾ ക്ലാസ് പടങ്ങളാണ് എല്ലാം. വളരെ വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷെ പുള്ളിയൊരു നിങ്ങൾ മലയാളികൾക്ക് ഞാനത്ര ഇത് പറയണതിനെ പറ്റി എത്രത്തോളം ഇത് നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം, നല്ലൊരു പടത്തിന് എന്തോരം കളക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ. പക്ഷേ മോഹൻലാലിന് ഒരു ആവറേജ് പടത്തിന് നല്ല കളക്ഷൻ ഉണ്ടാവും. പൊട്ട കളക്ഷനുള്ള മോൺസ്റ്ററൊക്കെ പോലെ പൊളിഞ്ഞ പടങ്ങളുണ്ട്. പക്ഷേ മോഹൻലാൽ പടങ്ങൾ കയറി കൊളത്തി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു ഹിറ്റിലേക്ക് എത്തും, ഭയങ്കര കളക്ഷൻസ് വരും. പക്ഷെ മമ്മൂട്ടി പടം കയറി കൊളത്തി കഴിഞ്ഞാലും അതൊരു ലിമിറ്റേഷനിൽ ഇങ്ങനെ നിൽക്കും. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ സൂര്യനെയും വിജയുടെ കാര്യമൊക്കെ പറയുമ്പോൾ. വിജയ് ഒരു ആവറേജ് പടം ചെയ്താലും പ്രൊഡ്യൂസർമാർക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇറക്കിയ പടം അല്ല പൈസ കൃത്യമായിട്ട് തിരിച്ചു വരും എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. പക്ഷെ സൂര്യക്ക് അത് പറ്റുന്നില്ല. എന്തുകൊണ്ടാണോ? പക്ഷെ ഇത്രയും കഴിവുണ്ടായിട്ടും കാലിബർ ഉണ്ടായിട്ടും അതെന്തുകൊണ്ട് അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ കങ്കുവ പോലൊരു പടം, പുള്ളി അങ്ങനെ ഒരു ഡയലോഗോ സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുള്ളി അത് ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര സംഭവമാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അത് നശിച്ചു പോയി. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, കങ്കുവയിൽ സൂര്യ എടുത്തിട്ടുള്ള എഫേർട്ട്, സൂര്യ എടുത്ത് അഭിനയിച്ചിട്ടുള്ള ഏരിയകൾ എല്ലാം പെർഫെക്റ്റാണ്. പക്ഷെ ബാക്കി എന്തുകൊണ്ടോ സ്ക്രിപ്റ്റോ ഡയറക്ഷനോ, കങ്കുവ പോട്ടെ. ഇപ്പോൾ ഞാൻ റെട്രോയുടെ കാര്യം പറയാം. കാർത്തിക് സുബ്രാജ് പോലത്തുള്ളൊരു പക്ക ഡയറക്ടർ പുള്ളി എടുത്തു വെച്ചൊരു പടമാണ്. അതിൽ സൂര്യയുടെ ഒരു സ്ക്രീൻ പ്രസൻസ്, സ്റ്റൈല് എല്ലാം മാസമൊക്കെ തന്നെ. പക്ഷെ എപ്പോഴോ എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. നമുക്ക് എങ്ങനെയോ ഇതിനെ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പണ്ടായാലും ഇപ്പോൾ നമ്മൾ സൂര്യനെ അറിയാത്ത കാലഘട്ടത്തിൽ, ഇപ്പോൾ ചെറിയ പ്രായമാണ് ഞാൻ പറയണത്, ഇപ്പോൾ കാക്ക അങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊന്നും നമ്മൾ സൂര്യയുടെ ഒരു വലിയ ഫാനല്ല. അതിൻ്റെ സൂര്യയുടെ കാലിബർ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ആ പടം കണ്ടിട്ട് നമുക്ക് വല്ലാത്തൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. വാരണായിരം ആ സമയത്തൊക്കെ. പക്ഷെ ഇപ്പം എന്തോ ആ പടങ്ങളിലെ അല്ലെങ്കിൽ ആ ഒരു നമുക്കുള്ള ഒരു 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 അഡിക്ഷൻ സംഭവം പോയി. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നില്ല. നമുക്കത് ഇന്ന് തന്നെ പോയി കാണണം അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും സൂര്യക്ക് അത് കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ പക്ഷേ എല്ലാ കഴിവുള്ള ഒരാളാണ്. അതാണ് ചില കാര്യങ്ങളിൽ നമ്മളെ തലവര അല്ലെങ്കിൽ നമ്മളൊരു ഇത് അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണത്. വിജയാണില്ല. ഇപ്പോൾ സത്യം, ഇപ്പം ഞാനൊരു വിജയ് ഫാനാണ്. പക്ഷെ വിജയും സൂര്യയുടെ അഭിനയം നമ്മൾ 2 തട്ടിലിട്ട് തൂക്കിക്കഴിഞ്ഞാൽ സൂര്യയുടെ തട്ട് വളരെ അടിയിലേക്ക് താന്ന് തന്നെ നിൽക്കും. വിജയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ അടുത്തൊക്കെയാണ് കരയാനൊക്കെ, ഒരു പക്ക നാച്ചുറലായിട്ട് കരയാനൊക്കെ പഠിച്ച വിജയ് ഒരു 5-6 പടങ്ങൾക്ക് മുമ്പാണ്. അതുവരെ വളരെ മോശമായിരുന്നു. വളരെ മോശം. ഞാനൊക്കെ ഭയങ്കര ഫാനാണ്. കരയണൊക്കെ കണ്ടാലും നമുക്ക് വിഷയമില്ല. പക്ഷെ നമുക്ക് അറിയാമല്ലോ, നമുക്കൊരു ഇപ്പോൾ
റിപ്പോർട്ടിലൊക്കെ ഉള്ള ആ ഒരു സൂര്യ കരയുന്ന പോലെ ഒന്നും വിജയ്ക്ക് ഒരിക്കലും കരഞ്ഞത് ഫലിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ക്രൗഡ് പുള്ളറാണ് വിജയ്. വിജയുടെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാസി അപ്പോൾ ഞങ്ങളെ ഏരിയയിലൊക്കെ വിജയുടെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള റോഡൊക്കെ ബ്ലോക്കാവും. റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെച്ചാൽ ചെണ്ടമേളവും പരിപാടിയും കാര്യങ്ങളൊക്കെ. എന്തിന് ഇപ്പോൾ ഒരു വിജയുടെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പടം വരെ മാറ്റി വയ്ക്കും. കാരണം വെച്ചാൽ അത്രയും അവർക്കറിയാം അത് പണി കിട്ടും എന്നുള്ളത്. വിജയുടെ പടം അത്രയും മോശമായാൽ പോലും ഞാൻ ഇടയ്ക്ക് അതിന് മുമ്പ് കുറേ സൂറ പോലത്തെ പടങ്ങൾ ഇറങ്ങിയിട്ട് ഇടയ്ക്ക് കണ്ട ഏറ്റവും മോശപ്പെട്ട പടം ചില പുലിയൊക്കെയാണ്. അത് പിള്ളേർക്ക് വേണ്ടി എടുത്ത പടമാണെങ്കിലും പുലിയാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു പടം. പക്ഷേ അതിന് വരെ ആൾക്കാർ എന്തൊരു ക്യൂ ആയിരുന്നു അറിയോ. ഞാൻ റിലീസിനാണ് പോയി കാണുന്നത്, ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനൊരു ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് സൂര്യക്ക് എത്താൻ പറ്റില്ല. പക്ഷേ എല്ലാ കഴിവുള്ളൊരു വ്യക്തിയാണ്, എല്ലാം കൊണ്ടും. അതിൻ്റെ ഒരു ഹാൻഡ്സം ആയാലും ബോഡി ബിൽഡിംഗ് ആയാലും എല്ലാം കൊണ്ടും കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു അവസ്ഥയിൽ നിന്ന് സൂര്യ എന്ന് തിരിച്ചു വരും, സൂര്യക്ക് സത്യത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പം ഞാനൊരു വിജയ് ഫാൻ ആയതുകൊണ്ട് എനിക്കത് കറക്റ്റ് മനസ്സിലാവണമെന്നില്ല. പക്ഷേ സൂര്യക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൂടെ എൻ്റെ പേജും ഫോളോ ചെയ്യുക. ബൈ.